ഉണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ കുറേ പേര് ആഗ്രഹിച്ചൊരു വീഡിയോ ആയിരിക്കും ഗൈസ്. നമ്മളൊരു 1v1 കളിക്കാൻ പോവാണ്. പിന്നെ നിങ്ങൾക്ക് കുറേ പേർക്ക് ആഗ്രഹമുള്ള, അതായത് 1v1 ഞാൻ കളിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിട്ടാണ് ഗൈസ് നമ്മൾ കളിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് AK ആയിട്ടാണ് ഗൈസ്. 1v1 ലെജൻഡ് AK ആയിട്ടാണ്. ലെജൻഡ്സ് AK ആണ് ഗൈസ് ആണെന്നാണ് അവൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചോദിച്ചാൽ കുത്തിവയ്ക്കാൻ പിടിക്കാം. ഓക്കെ, അങ്ങനെയാണ് കളി ഗൈസ്. നമ്മുടെ അടുത്ത് എൻ്റെ ലെജൻഡേക്ക് ഇരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം കാണും ആര് ജയിച്ചത്. ഇതിന് മുന്നിൽ ഒരെണ്ണം കളിച്ച് ഞാനിപ്പോൾ ജയിച്ചോളൂ. പക്ഷെ അത് ലക്കല്ല ഗൈസ്. വേണ്ട 5-1 അവന് സ്കില്ലൊക്കെ സെറ്റല്ലേ. നമുക്ക് എങ്ങനെയും ജയിക്കാനുള്ള ഗൈസ്. അതെന്തോ ചെറിയ സൗണ്ട് ഇട്ട് പേടിച്ചോർച്ചു. ഗൈസ് നമുക്ക് എങ്ങനെയും ജയിക്കാനുള്ളതാണ്. സ്കില്ലൊക്കെ സെറ്റാക്കിയാ റെഡിയാക്കണം. അപ്പോൾ ജയിക്കണതാരാ നിങ്ങൾക്ക് അറിയാനായിട്ടൊരു ആഗ്രഹം കാണും. ഞാനാ നിങ്ങൾക്ക് ജയിക്കാൻ നിങ്ങൾക്ക് അറിയാലോ. ഏതാ കണ്ണ്? ഓക്കെ, സ്നൈപ്പർ മൂത്ത കളിയില്ല. എൻ്റെ മോക്ക് വെച്ചിട്ട് സ്നൈപ്പർ മുട്ട് അടിച്ചിട്ട് ഗ്ലൂവിൻ്റെ എടുക്കണം. എന്നിട്ട് ആദ്യം ഒരു അടി കിട്ടിയിരിക്കും. അപ്പം ഞാൻ ഗ്ലൂ ഇട്ടിരിക്കും. എന്നെ അടിച്ചിട്ട് പറയുന്നത് എങ്ങനെ നീ എന്നെ അടിച്ച കണ്ണ് കാണുമല്ല 3 അടി അടിച്ചു. പറയാ എനിക്ക് ചെവിയിൽ കണ്ടത് മൂഞ്ചിപ്പോയ നമ്മളവനെ ഏക്കനങ്ങ് തീർത്ത് നിർത്തേണ്ട. ഭൂജത്തെ പഠിക്കുന്നതായിരിക്കും. മുട്ടയിൽ അവനെ പൊട്ടിക്കാൻ പോകുന്നതായിരിക്കും. മുട്ടയിൽ നമ്മളവനെ പൊടിക്കാൻ. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ചിലർക്ക് അറിയായിരിക്കും ലെജൻഡേക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായി. 53 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ എന്താ ഉണ്ടായേ. അത് ചെറുതായിട്ടൊന്ന് മൂഞ്ചിപ്പോയി. എന്തൊക്കെയോ ലൈവ് സ്ട്രീമിന് എന്തൊക്കെയോ പ്രശ്നം കാരണം ചാനൽ സ്ലോഹായി പോയി. നിന്റെ അയറിസോ ബിഗ് മോട്ട സ്നൈപ്പർ തന്നെ ഞാൻ എടുക്കണം. കളി ചെയ്യാൻ പറ്റും. ഇനിയും ഞാൻ ബുദ്ധി വയ്ക്കണം. ടെക്നിക്ക് മാത്രമല്ല. നിനക്ക് ബുദ്ധിയില്ല, എനിക്ക് ബുദ്ധിയുണ്ട്. നമ്മള് സ്നൈപ്പർ വന്നൊന്ന് സീനാവാണ്. ഇന്ന് ഞാൻ കുറേ ഈസൊക്കെ എടുത്തു. ബുദ്ധി വയ്ക്കണം. ബുദ്ധി നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. ജസ്റ്റ് മിസ്സായിന്ന്. ഐറിസും മോക്കാണ് നന്നായിട്ട് വറക്കാം. ജസ്റ്റ് മിസ്സിന്റെ സ്ക്രീനൊന്നും ഞാൻ ചെറുതായി കണ്ടു അടുത്തിരിക്കുന്നുണ്ട്. പട്ടിയുടെ സ്ക്രീനൊക്കെ നോക്കിയിട്ട് ഫീസ് പറയുന്നത് ജസ്റ്റ് അടിച്ച് ചെറുതായിട്ട് നല്ല കടിച്ചു. ചെറുതായി മുട്ടയിൽ പൊട്ടിക്കാന്ന് പറഞ്ഞു. പൊട്ടിക്കണ്ടായിരുന്നു. കിട്ടിയ വലുതും ബുദ്ധി എന്നാ പിടിച്ചോ. ഇതും കൂടെ വെച്ചോ. എൻ്റെ മോനെ നിന്റെ ആരോ മറ്റേ സാധനങ്ങൾക്ക് ഗ്ലൂടാൻ വലിയ മോനെ. എൻ്റെ മോനെ മറ്റടിക്കുക.
ആണോ? പോടാ നീയൊന്നും എനിക്ക് ഒന്നുമില്ല. മുട്ടയെ പൊട്ടിക്കണ്ടതായിരുന്നു. എന്തൊക്കെയോ ചെറിയ എന്തൊക്കെയോ പൊട്ടാസൊക്കെ ഞാൻ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ആരാന്ന് അറിയോ? വില്ലനല്ലേ? ആളില്ലെങ്കിലോ ഞാനത് നിക്കറിയാം. ഞാനല്ലേ അല്ലടാ പൊട്ടാ തല്ലൊക്കെ മാറിക്കുക. ഇൻസ്പിറേഷൻ വില്ലനാണ്. സ്നൈപ്പറോ ഇൻസ്പിറേഷൻ അക്ഷയ്. ശരി നീ ലിറ്റാണോ? എന്തിനാണ് അത്രയ്ക്ക് സമയം? ഞാൻ കണ്ടെയ്നറിന്റെ മേലെ കയറി എന്തൊക്കെ ചെറിയ വീഡിയോ എനിക്ക് നല്ലോണം കളിക്കാൻ പറ്റാതെ. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല. മനസ്സിലാണെങ്കിൽ നീ ദൈവമായിരിക്കണം. എല്ലായിടത്തും എനിക്ക് കണ്ടുവേണം. അത് പൊളിച്ച് കുഴപ്പമില്ല. ചുമ്മാ അടിച്ച അതുമല്ല അവര് കളയാൻ ദൈവോ എനിക്ക് തളയാൻ പറ്റൂലോ? നിനക്കെന്താ പറ്റാത്ത? ഞാനിപ്പോ ഡബിൾ കൂടും. അപ്പൊ കണ്ടല്ലോ 5 മുട്ടയിലാണ് പൊട്ടിച്ചേക്കുന്നത്. റൂം വേണമെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് 3 ലൈക്ക് 3 ലൈക്ക് ചോദിച്ചാൽ ചെയ്യാൻ പറ്റുമല്ലോ? ഫേസ്ബുക്കിൽ 5 ലൈക്ക് 5 ചോദിച്ചപ്പോഴത്തേനും 6 ലൈക്ക് അങ്ങോട്ട് തന്നെ കുറിച്ചല്ലോ. അപ്പൊ ഗൈസ് 3 ലൈക്ക് ഈ ഒരു വീഡിയോയ്ക്ക് ആവാണ്. കിളത് കൊട അടിക്കാണ്ട് പോടാ തോപ്പിച്ചു വിട്ടില്ലേ? മുന്നേ 1 പൊട്ടിച്ചു വിട്ടതാ. അപ്പൊ 3 ലൈക്ക് അടിക്കുക. അപ്പൊ നമ്മള് റൂമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ മുട്ടയിലാണ് സത്യം പറഞ്ഞാൽ പൊട്ടിക്കേണ്ടത്. 3 റൗണ്ട് എങ്ങനെയൊക്കെ എടുത്താണ് കെഞ്ചി എന്നോട് വിട്ടുതരാൻ പറഞ്ഞു. അവര് വീഡിയോയിൽ നമ്മള് ചൂടാണ്. ഓക്കെ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ. അപ്പൊ 3 ലൈക്ക് കള്ളം പറഞ്ഞാട്ടോ. മുട്ടയിൽ പൊട്ടിക്കരുതെന്ന് പിന്നെ എന്നോട് പറഞ്ഞു. നാളെ കള്ളമാണ് ഞാൻ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് കളി കണ്ടാ മനസ്സിലാവും. ജസ്റ്റ് ഐക്യു ഇവനൊക്കെ ജയിക്കണമല്ലോ.